എല്ലാവർക്കും ടെക് ലേമൺസിലേക്ക് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് iQOO Z9S എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ്. സോ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ നമ്മുടെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നുണ്ട്. സോ ഈ സ്മാർട്ട് ഫോൺ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ iQOO Z9 ആണ്. ചൈനയിലെ iQOO Z9 ആണ്, ഇന്ത്യയിലെ iQOO Z9S ആയിട്ട് ലോഞ്ച് ആകാൻ പോകുന്നത്. സോ നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്, IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ബാക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ iQOO 12ൻ്റെ ക്യാമറ ഡിസൈനൊക്കെ ആയിട്ടാണ് പുറകിൽ വരുന്നത്. സോ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോൺ തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് 1.5K പഞ്ച് ഹോൾ ക്യാമറയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നടുക്കാണ് പഞ്ച് ഹോൾ ക്യാമറ വരിക. 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 10-bit AMOLED ആണ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4500 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. 3840 Hz PWM ഡിമ്മിങ്ങും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ കാര്യത്തിൽ ഒരു കുറവുകളും iQOO വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ സ്പെക്ക് വേണം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒബിയസ്ലി അറിയാം വൈഡ് ബാൻഡ് L1ഉം പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ എന്തായാലും HDR10 സപ്പോർട്ട് എന്തായാലും വരും. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് നമുക്കിവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും AMOLED ഡിസ്പ്ലേ നല്ലൊരു മൾട്ടിമീഡിയ കോമ്പിനേഷൻ ആണ്. സോ അടിപൊളിയായിരിക്കും മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. 4 nanometer TSMC മാനുഫാക്ചറിംഗ് ആണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സ്പെക്കാണ് കൊടുത്തിട്ടുണ്ട്. LPDDR4X റാം, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. UFS 2.2 മാറ്റി UFS 3.1 വരുവാണെങ്കിൽ അത്രയും നല്ലത്, ബെറ്റർ നമുക്ക് ലോഞ്ചിവിറ്റി കിട്ടും. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്നൊരു പ്രോസറാണ്, നല്ല എഫിഷ്യൻറ്റ് പ്രോസറാണ്. ഗെയിമിങ്ങിന് ഒരു കുഴപ്പമുണ്ടാകത്തില്ല, സ്മൂത്ത് എക്സ്ട്രീം ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് BGMI ഓപ്ഷൻ ആൻറ്റി സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 8,22,992 ആണ്. CPU 2,67,871, GPU 2,55,018. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുക നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. 8 ലക്ഷത്തിന് മേളിലാണ് ആൻറ്റി സ്കോർ ചെയ്യുന്നത്. സോ ത്രോട്ടിലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്റ്റേബിൾ പ്രോസറാണ്. ഇനി OSന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ FunTouchOS 14 ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ആണ് വരുന്നത്. എന്തായാലും 2 വർഷം Android അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് മിനിമം കിട്ടും. പിന്നെ FunTouchOSന്റെ പ്രശ്നങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI ആണ്. പിന്നെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ബ്ലോവേഴ്സും ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോട്ട് ഗെയിംസ്, ഫോട്ടോ ആപ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ UI ഒക്കെ നമുക്ക് എടുക്കാം. കുറച്ച് പണിപ്പെടണം, അത്രേ ഉള്ളൂ. സോ നമ്മളിനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി ഒരു 50 MP f1.8 ആപ്സ് വരുന്ന സോണി ലിറ്റിയ 600 സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമുക്കൊരു ഒന്നിനും കൊള്ളില്ലാത്ത വെറുതെ ഒരു 2 MP ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. സെൽഫി ആണെങ്കിൽ 16 MP f2.5 സെൽഫി, 1080p 30 fps. സോ 25,000 രൂപയ്ക്ക് നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എൻ്റെ രീതിയിൽ പറഞ്ഞാൽ. കാരണം ബാക്കിൽ നമുക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻസർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വെറുതെ ആണ്. ഒരു 12 MP അൾട്രാ വൈഡ് കൊടുക്കുമായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. സോ ക്യാമറ ആവശ്യമുള്ള ആൾക്ക് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഒരു 30,000 രൂപ പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro പോകാനായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഫോൺ. സോ ക്യാമറ ഇത് അത്ര ഒരു ഗുഡ് സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 80 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടും. സോ അടിപൊളി ബാറ്ററി ലൈഫും അടിപൊളി സ്പീഡും വരുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു 7 to 7 മണിക്കൂർ 8 മണിക്കൂർ എന്തായാലും സ്ക്രീൻ ഓൺ കിട്ടും. കാരണം AMOLED ഡിസ്പ്ലേ ആണ്, 4 nanometer പ്രോസറാണ്, പൊളിയായിരിക്കും നമ്മുടെ ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ. കണക്റ്റിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ആണ് ഒബിയസ്ലി. Wi-Fi 6, Bluetooth 5.4 വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. USB Type-C 2.0. നമുക്ക് മെമ്മറി എക്സ്പാൻഷൻ ഇല്ല. ഹെഡ്ഫോൺ നമുക്ക് എന്താ പറയുക, മെമ്മറി കാർഡ് ഇടാൻ പറ്റത്തില്ല. പിന്നെ NFC വരുന്നുണ്ട് ചൈന വേരിയൻറ്റിൽ. ഇന്ത്യയിൽ വരുമ്പോൾ എനിക്കറിയത്തില്ല. ചൈനയിൽ മിക്കവാറും NFC വരുന്ന ഫോണുകളൊക്കെ ചിലപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ വരാറില്ല. അതുകൊണ്ട് NFC-യുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ കണക്റ്റിവിറ്റി അല്ലാതെ നോക്കുവാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 8GB 256, 12GB 256 ആണ് വരുന്നത്. അതിൽ 8GB 256 സ്റ്റാർട്ടിങ് മിക്കവാറും എൻ്റെ 25,000 രൂപ പ്രൈസ് റേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം 22-23 നമുക്ക് 22 iQOO Z9 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 256 മിക്കവാറും ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഫോൺ തന്നെയാണ് വരുന്നത്. നമുക്ക് ക്യാമറയുടെ കാര്യം ഒഴിച്ച് ക്യാമറ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അല്ലെങ്കിൽ പ്രൈമറി സെൻസർ മാത്രമാണ് എനിക്ക് വേണ്ടെങ്കിൽ പോകാൻ കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു ക്യാമറ സെറ്റപ്പായിട്ട് നമ്മൾ പറയത്തില്ലേ, അൾട്രാ വൈഡ് ടെലിഫോട്ടോ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതില്ല. അതിനൊരു നല്ലൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. 25,000 രൂപയ്ക്ക് നല്ലൊരു ക്യാമറ ഫോണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് യൂസേജിന് പറ്റും. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, ബാറ്ററി ഒക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് പ്രോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്, ഗുഡ് പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ചാർജ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്നാണ് ഇതിൻ്റെ അടിപൊളിയായിട്ട് എടുത്ത് നിൽക്കുന്നത്. കോൺസ് നമ്മൾ നോക്കുവാണെങ്കിൽ ആവറേജ് ക്യാമറ സെറ്റപ്പാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഷൻ ഇല്ല, ഹെഡ്ഫോൺ ജാക്കില്ല. ഇതാണ് ഇതിൻ്റെ കോൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ FunTouchOS വേണമെങ്കിൽ കോണായിട്ട് പറയാം, എന്നാലും കുഴപ്പമില്ല. FunTouchOS ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. സോ 25,000 രൂപയ്ക്ക് പൊളി ഫോണാണ് എനിക്ക് തോന്നുന്നത്.
അടിപൊളി ഫോണാണ്. സോ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും ഫോർ ഹെവി ഗെയിമേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ പൊളിയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ കാഴ്ചപ്പോൾ എന്ത് കൂടി ഇത്രയുള്ളൂ. എന്ത് കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.